എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5th ചാപ്റ്റർ ആയ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ, വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും, ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: when the children said that increasing the resistance in a circuit will increase the amount of heat generated, എന്താണ് പറഞ്ഞിരിക്കുന്നത്? Increasing the resistance in a circuit will increase the amount of heat generated. Only one child objected. He said that in some cases increasing the resistance will reduce the heat. What is your opinion? Justify your answer. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കുട്ടി പറഞ്ഞിരിക്കുകയാണ്, എന്താണ്, ഒരു സർക്യൂട്ടിലെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കും. അതായത് റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചാൽ എന്താണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുമെന്ന് ഒരു കുട്ടി പറഞ്ഞു. അപ്പൊ എന്താണ്, അങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റൊരു കുട്ടി മാത്രം അതിനെ എതിർത്തു. എന്നിട്ട് ആ കുട്ടി പറയുകയാണ്, ചില സന്ദർഭങ്ങളിൽ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ, അതായത് റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചാൽ, ചില സിറ്റുവേഷൻസിൽ റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചാൽ താപം എങ്ങനെയാണ് കുറയുമെന്ന് അവൻ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എന്താന്നുള്ളത്? അപ്പൊ എന്താണ് ഇത്? കറക്റ്റ് ആണോ ഈ സ്റ്റേറ്റ്മെന്റ്? ഈ കുട്ടികൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നമുക്കറിയാം ജൂൾസ് ഹീറ്റിംഗ് അനുസരിച്ചിട്ടാണല്ലേ, ജൂൾസ് ഹീറ്റിംഗ് അനുസരിച്ച് നമുക്കറിയാം ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അനുസരിച്ചിട്ട് H=I²RT ആണ്. അപ്പം ആദ്യത്തെ കുട്ടി പറഞ്ഞു റെസിസ്റ്റൻസ് വർദ്ധിപ്പിച്ചാൽ ഹീറ്റ് കൂടും എന്ന് പറഞ്ഞു. അപ്പം ഈ ഇക്വേഷൻ കറക്റ്റായ കാര്യമാണ് അല്ലേ? കാരണം ഹീറ്റിനെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കറണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, സമയമുണ്ട് അല്ലേ? അപ്പം അവിടെ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടും. പക്ഷെ മറ്റൊരു കുട്ടി മാത്രം അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ അല്ലേ, ചില സിറ്റുവേഷൻസിൽ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് കുറയുമെന്ന് മറ്റേ കുട്ടി പറഞ്ഞു അല്ലേ. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഏത് സിറ്റുവേഷനിലാണ്? നമ്മൾ കണ്ടാലേ H=V²/R×T, അതായത് വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ അല്ലേ, വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഹീറ്റിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പം വോൾട്ടേജ് സ്ഥിരമായിരിക്കുന്ന സിറ്റുവേഷൻസിൽ എന്താണ്, റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റ് അവിടെ കുറയും. അപ്പം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ കുട്ടി എതിർത്തല്ലോ, പറഞ്ഞൊരു കാര്യം ശരിയായിട്ടുള്ള കാര്യമാണല്ലേ. അതായത് വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ റെസിസ്റ്റൻസും ഹീറ്റും, അതായത് പ്രതിരോധവും താപവും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. ആ സിറ്റുവേഷൻസിൽ പ്രതിരോധം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹീറ്റിന് താപം അവിടെ കുറയും. മനസ്സിലാവുന്നല്ലോ? അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കുട്ടി എതിർത്ത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, ആ സിറ്റുവേഷനും പറയാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഏത് സിറ്റുവേഷനാണ്? ഈ ഒരു സിറ്റുവേഷനിൽ കേട്ടോ. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടേ, ഇതാ നോക്കൂ കേട്ടോ. If voltage is constant, when the resistance in the circuit is increased, the current decreases. Hence, the quantity of heat produced decreases. അതായത് വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ താപം പ്രതിരോധത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ പ്രതിരോധം കൂട്ടിയാൽ താപം കുറയുന്നു. പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലായല്ലോ? H=V²/RT എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ്. അത് ഇവിടെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഹീറ്റ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ കൂടും. കാരണം നമുക്ക് ഓൾറെഡി അറിയാം I=V/R എന്ന് അറിയാമല്ലോ ഇല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്, സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് അവിടെ കുറയും ഇല്ലേ? റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിയുമ്പോൾ എന്താണ്? ഹീറ്റ് അവിടെ കുറയും. അതായത് ഈ ഇക്വേഷൻ അനുസരിച്ചും H=I²RT അനുസരിച്ചും എന്താണ്, ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടുത്തെ കറണ്ട് കുറയും. അപ്പം എന്താണ്, കറണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഘടകം. അപ്പം അങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലാവുന്നല്ലോ? അത് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? റെസിസ്റ്റൻസ് കൂടും, അപ്പോൾ കറണ്ട് കുറയും. അപ്പം സർക്യൂട്ടിലെ ഹീറ്റ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചും പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലും പറയാം. അപ്പോൾ ആൻസർ നിങ്ങൾ ഇതായിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. കാര്യം മനസ്സിലാക്കിയിരിക്കുക. Then next question നോക്കുക. മീഥേൻ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. നമുക്കറിയാം മീഥേൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഹരിതഗ്രഹ വാതകമാണെന്ന് അറിയാം. റൈറ്റ് അനദർ എക്സാമ്പിൾ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഹൗ ഡു യു ദീസ് അഫക്ട് ഗ്ലോബൽ വാർമിംഗ്? മറ്റൊരു ഹരിതഗ്രഹ വാതകത്തിന് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മീഥേൻ ഒരെണ്ണമാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പിന്നെ മറ്റൊരെണ്ണം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം എന്താണ്, ഗ്ലോബൽ വാർമിന് കാരണമാകുന്നുണ്ടല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്, ഗ്ലോബൽ വാർമിന് കാരണമാകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് കാലാവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്.
അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് കോസസ് ഗ്ലോബൽ വാർമിംഗ്. അല്ലേ? ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ കൂടുതൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. ഇല്ലേ? റിസൾട്ടിങ് ഇൻ ക്ലൈമറ്റ് ചേഞ്ച്. ഇവയുടെ വർധനവ് ആഗോളതാപനത്തിന് കാരണമാവുകയും അതിന്റെ ഫലമായി കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ക്ലൈമറ്റിലൊക്കെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വെൻ സോൾവിങ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം റിലേറ്റഡ് ടു ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു യൂസ് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ. അതായത് ഗാർഹിക ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നം നിർദ്ധാരണം ചെയ്യുമ്പോൾ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന സമവാക്യം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? സാധൂകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ ഒരു പ്രസ്താവന നമുക്ക് യോജിക്കാം. കാരണം എന്താണ്? ഗ്രഹവൈദ്യുത സർക്യൂട്ട് ആണല്ലേ. അപ്പൊ ആ ഒരു സർക്യൂട്ടിൽ നമുക്കറിയാം വോൾട്ടേജ് എങ്ങനെയാണ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വോൾട്ടേജ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ്? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നോ? അപ്പം വോൾട്ടേജ് സ്ഥിരമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം. ആൻസർ എന്ത് പറയാം? ദാ നോക്കോട്ടെ, എഗ്രി ചെയ്യുന്നുണ്ട്. സിൻസ് എ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് ഇൻ ഹോം ഇലക്ട്രിഫിക്കേഷൻ, അല്ലേ? നമുക്കറിയാം വോൾട്ടേജ് 230 വോൾട്ട് ആണ് വരുന്നത് അല്ലേ? അത് കോൺസ്റ്റന്റ് ആണ്. ഇറ്റ് ഈസ് മോർ പ്രിഫറബിൾ ടു യൂസ് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഗ്രഹവൈദ്യുതീകരണത്തിൽ വോൾട്ടേജ് സ്ഥിരമായതിനാൽ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന സമവാക്യം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How much heat is produced if 0.2 ampere of current flows through a conductor with a resistance of 200 ohm for 5 minutes? 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. എന്ത് തന്നിട്ടുണ്ട്? കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? 0.2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 200 ഓം ആണ്. പിന്നെ സമയം തന്നിട്ടുണ്ട് 5 മിനിറ്റ് ആണ് കേട്ടോ. അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 5 × 60 ഇല്ല. അപ്പൊ എത്ര വരും? 300 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഐ ഉണ്ട്, ആർ ഉണ്ട്, ടി ഉണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലേ? അപ്പൊ ഐന്റെ വാല്യൂ ഉണ്ട് 0.2 ആണ്. 0.2 സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് 200 ആണ്. സമയം ടി എത്രയാണ്? 300 സെക്കൻഡും ആണ്. മനസ്സിലായല്ലോ? മൾട്ടിപ്ലൈ ചെയ്യുക. 0.2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 0.04 വരും. ദെൻ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഇത് എത്ര വരും? 3 × 2 എന്ന് പറയുമ്പോൾ 6. ഇതാ എത്ര വരും? 60,000 എന്ന് വരും അല്ലേ? ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര വരും? ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് 24 കേട്ടോ. 6 4 24 വരും. ഇതാ നോക്കോട്ടെ, എത്ര പൂജ്യമുണ്ട്? 2 4 പൂജ്യമുണ്ട് അല്ലേ? 4 പൂജ്യമുണ്ട്. പക്ഷെ ഇത് ഇവിടെ 2 സ്ഥാനം മാറ്റി കുത്തിടണം. ഇതാ ഇവിടെ വന്നു. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 2400 എന്ന് വരും കേട്ടോ. 2400 ജൂള്. എമൗണ്ട് ഓഫ് ഹീറ്റ് 2400 ജൂളാണ്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് മറന്നു പോലും കേട്ടോ. ആൻസർ ശരിയായാലും നമ്മുടെ വാല്യൂസ് ശരിയായാലും യൂണിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ യൂണിറ്റ് ഒക്കെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When 60 volt is applied across the terminals of an electric heater, it passes a current of 4 ampere. If the potential difference is 90 watt, what will be the current? ഒരു ഇലക്ട്രിക് ഹീറ്റർ ആണ്. അതിൻ്റെ ടെർമിനലുകൾക്കിടയിൽ എത്രയാണ്? 60 വോൾട്ട് നൽകുമ്പോൾ അത് 4 ആംപിയർ കറണ്ട് കടത്തി വിടുന്നു എങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 90 വോൾട്ട് ആയാൽ കറണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മനസ്സിലായല്ലോ? ഒരു ഇലക്ട്രിക് ഹീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യമേ ടെർമിനലിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് അതെന്ന് പറഞ്ഞിരിക്കുന്നത് 60 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 4 ആംപിയർ അല്ലേ? 4 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി 90 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ നോക്കുക, നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. റെസിസ്റ്റൻസ് വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പം ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? V/I ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു V 60 ആണ്. കറണ്ട് എത്രയാണ്? 4 ആണ് വരുന്നത്. അപ്പം 15 ഓം എന്ന് വന്നു. അതായത് ഈ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 15 ഓം എന്ന് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? 90 വോൾട്ട്. അടുത്ത് ഇതിന് ഞാൻ V1 എന്നും കൊടുത്തു. ഇതിനെ I1 എന്നും കൊടുത്തു. രണ്ടാമത് നമ്മൾ V2 വോൾട്ടേജ് എത്രയാണ്?
90 വോൾട്ട് ആണ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? I2. അപ്പോഴത്തെ കറണ്ട് ആണ് I2 ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? I2 ഈസ് ഈക്വൽ ടു V ഉണ്ട്, അതായത് V2 ഉണ്ട്, പിന്നെ റെസിസ്റ്റൻസും ഉണ്ടല്ലോ. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? V/R, അതായത് V2/R ഉപയോഗിക്കാം. V2 ഇവിടെ എത്രയാണ്? 90 ആണ് വന്നിരിക്കുന്നത്. റെസിസ്റ്റൻസ് എത്രയാണ് ഇവിടെ വന്നത്? 15 വന്നു ഇല്ല. അപ്പോൾ എത്ര വരും ആൻസർ? 6 എന്ന് വരും. 6 ആംപിയർ, അതായത് I2 ഇല്ലേ. 90 വോൾട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ കറണ്ട് എത്രയാണ് വരുന്നത്? 6 ആംപിയർ എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനർജി ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. വാട്ട് ക്യാൻ യു ഡു ടു കൺസേർവ് എനർജി? ഊർജ്ജം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഊർജ്ജ സംരക്ഷണത്തിനായി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇല്ല, ഊർജ്ജ സംരക്ഷണത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ലൈറ്റൊക്കെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. സ്വിച്ച് ഇതിൻ്റെയൊക്കെ ഫാൻ ലൈറ്റൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. LEDs ഉപയോഗിക്കാം ഇല്ലേ. പിന്നെ BLDC ഫാനുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഇല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ് എഴുതുക കേട്ടോ. യൂസ് എനർജി എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. ഊർജ്ജക്ഷമത കൂടിയ വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുക. ടേൺ ഓഫ് സ്വിച്ചസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. ആവശ്യം കഴിഞ്ഞാൽ ഉടൻ സ്വിച്ചുകൾ ഓഫ് ആക്കുക. യൂസ് LED ട്യൂബ്സ് ആൻഡ് ബൾബ്സ്. LED ട്യൂബുകളും ബൾബുകളും ഉപയോഗിക്കുക. ചൂസ് എ സൈസ് ഓഫ് ദി ഫാൻ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ റൂം. മുറികളുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഫാനിൻ്റെ വലിപ്പം തീരുമാനിക്കുക. BLDC ഫാനുകൾ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ എന്താണ്, പ്രൊമോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് എന്താണ്, എനർജി നമുക്ക് കൺസേർവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the resistance of a heating device operating at a 230 volt is 92 ohm, how much heat is produced in 20 minutes? എന്താണ് ക്വസ്റ്റ്യൻ? 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു താപനോപകരണത്തിന്റെ പ്രതിരോധം 92 ഓം ആണെങ്കിൽ 20 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആണ്, അതെന്താണ്, ഒരു ഹീറ്റ് അപ്ലയൻസ് ആണ് കേട്ടോ. അത് 230 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ റെസിസ്റ്റൻസ് 92 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 20 മിനിറ്റിൽ എന്തുമാത്രം ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാമല്ലോ. എന്തൊക്കെയാണ്? വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ, 230 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 92 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമയം തന്നിട്ടുണ്ട് അല്ലേ, 20 മിനിറ്റ് ആണ് കേട്ടോ. കൺവേർട്ട് ചെയ്ത് അന്നേരം തന്നെ എഴുതിക്കണം. 20 × 60 സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പം 1200 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ. ഇനി എമൗണ്ട് ഓഫ് ഹീറ്റ് H ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്? V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പം H കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? V²/R × T. ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം ഇല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V എന്ന് പറഞ്ഞിരിക്കുന്നത് 230 ആണ്. 230 × 230 V² അല്ലേ. ഇൻറ്റു സമയം എത്രയാണ്? 1200 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 92 ആണ്. ക്യാൻസൽ ചെയ്യാം. 2 വെച്ചൊക്കെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇത് എത്ര വരും? 92. ഇതാ ഇവിടെ 46 ആണ് വരുന്നത്. ഇവിടെ എത്ര വരും? ഇവിടെ 115 വരും ഇല്ലേ. 115 വരും. പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതായത് ഈ ഇതും 46ഉം 230 കൂടെ പിന്നെയും ചെയ്യാം. ഇവിടെ 115 വരും. ഇവിടെ എത്രയാണ്? 23 ആണ് വരുന്നത്. 23 115 കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ആൻസർ 5 വരും കേട്ടോ. ഇതെല്ലാം കൂടെ ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 69,000 എന്ന് വരും കേട്ടോ. അതായത് 6,90,000 ജൂൾ എന്ന് വരും കേട്ടോ എമൗണ്ട് ഓഫ് ഹീറ്റ്. മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. മൾട്ടിപ്ലൈ കറക്റ്റായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പം 6,90,000 ജൂൾ എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് പ്രൊഡ്യൂസസ് 1,38,000 ജൂൾ ഓഫ് ഹീറ്റ് ഇൻ 5 മിനിറ്റ്, വാട്ട് വിൽ ബി ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ? 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ഹീറ്റർ 5 മിനിറ്റ് കൊണ്ട് 1,38,000 ജൂൾ താപം ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ ചാലകത്തിലൂടെയുള്ള കറന്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാൻ നമുക്ക്. V = എത്രയാണ്? 230 വോൾട്ട് ആണ്. ദെൻ എമൗണ്ട് ഓഫ് ഹീറ്റ് തന്നിട്ടുണ്ട് 1,38,000 ഇല്ലേ. 38,000 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ദെൻ സമയം തന്നിട്ടുണ്ട്. സമയം എത്രയാണ്? 5 മിനിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അതിനെ കൺവേർട്ട് ചെയ്ത് 5 × 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 സെക്കൻഡ് എന്ന് വരും അല്ലേ. ദെൻ പിന്നെ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കറന്റ് ആണല്ലേ, I ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം V ഉണ്ട്, H ഉണ്ട്, T ഇവിടെ തന്നിട്ടുണ്ട്. I നമുക്ക് അവിടെ കണ്ടുപിടിക്കണം.
അപ്പൊ നമുക്കിവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? H ഈസ് ഈക്വൽ ടു VIT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. വിയും ടിയും ഉണ്ട്, എച്ചും ഉണ്ട്. അപ്പൊ ഐ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഐയിലേക്ക് ഇക്വേഷൻ മാറ്റാം. ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? H ഡിവൈഡ് ബൈ VT എന്ന് വരും ഇല്ലേ? H ഡിവൈഡ് ബൈ VT എന്ന് വരും. H തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ V എന്ന് പറഞ്ഞിരിക്കുന്നത് 230 ആണ്. ദെൻ ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 300 ആണ്. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യുക കേട്ടോ. അതാ ഇവിടെ 0 ഇത് പോയി, ഇതാ ഇവിടുത്തെ ഒരു 0യും ഇതാ ഇവിടെ പോയി. പിന്നെ 138ഉം 3യും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അവിടെ ആൻസർ 46 എന്ന് വരും. ദെൻ അതുപോലെ തന്നെ 46ഉം 23യും തമ്മിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ എത്രയാണ് വരുന്നത്? 2 വരും ഇല്ലേ? 2 വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 2 ആംപിയർ ഇല്ലേ? അപ്പോൾ കറണ്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്? കറണ്ട് I ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് വന്നു. ഉണ്ടല്ലോ. ഇപ്പൊ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എഴുതുകയും ചെയ്തിരിക്കണം കേട്ടോ. ഇക്വേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് വെൻ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് വിത്ത് പവർ ഓഫ് 1000 വാട്ട് ഓപ്പറേറ്റ് ഫോർ 3 മിനിറ്റ്. 1000 വാട്ട് പവർ ഉള്ള വൈദ്യുത താപകരണ ഉപകരണം 3 മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിന്റെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതോട്ടെ. പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? 1000 അല്ലേ? 1000 വാട്ടാണ്. പിന്നെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 3 മിനിറ്റ് ആണ് അല്ലേ? അപ്പം 3 × 60 180 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായല്ലോ. പിന്നെ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത്? എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലേ? H ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. പിയും ടിയും ഉണ്ട്. അപ്പോൾ H കണ്ടുപിടിക്കാമല്ലോ. H ഈസ് ഈക്വൽ ടു P × T അല്ലേ? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. P 1000 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ടി എന്ന് പറഞ്ഞിരിക്കുന്നത് 180 എന്നും തന്നു അല്ലേ? അപ്പോൾ ആൻസർ എത്ര വരും? 180,000 അതായത് 1,80,000 ജൂൾ എന്ന് വരും കേട്ടോ. എമൗണ്ട് ഓഫ് ഹീറ്റ് മനസ്സിലായല്ലോ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the resistivity of a copper wire 5 meter long and 1 millimeter in diameter is pi into 10⁻⁻8 ohm meter, what will be the resistance of the conductor? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 മീറ്റർ നീളവും 1 മില്ലിമീറ്റർ ആരവുമുള്ള ഒരു കോപ്പർ വയറിന്റെ റെസിസ്റ്റിവിറ്റി, ആരമല്ല കേട്ടോ, ഡയമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്, വ്യാസമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അതിന്റെ റെസിസ്റ്റിവിറ്റി pi into 10⁻8 എന്ന് തന്നിട്ടുണ്ട്. ചലത്തിന്റെ പ്രതിരോധം കണ്ടുപിടിക്കും. ഇവിടെ ആരല്ല, വ്യാസമാണ് കേട്ടോ. 1 മില്ലിമീറ്റർ വ്യാസമാണ് കേട്ടോ. 5 മീറ്റർ നീളവും 1 മില്ലിമീറ്റർ ഡയമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പം ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലെ? ഡയമീറ്റർ 1 മില്ലിമീറ്റർ ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. R ഈസ് ഈക്വൽ ടു D/2 ഇല്ലേ? അതായത് 1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 മില്ലിമീറ്റർ എന്ന് വരും കേട്ടോ. 0.5 മില്ലിമീറ്റർ. നമ്മൾ ഈ മില്ലിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറയുമ്പം ഡിവൈഡ് ബൈ 1000 ആണ് ചെയ്യുന്നത് കേട്ടോ. 0.5 ഡിവൈഡ് ബൈ 1000 ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ 0.5/1000 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻസർ ഇതാ ഇങ്ങനെ എഴുതാം കേട്ടോ. 0.0005 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 0.5 × 10⁻³ മീറ്റർ എന്ന് എഴുതാം കേട്ടോ. പവറിൽ 10ന്റെ പവറിൽ എഴുതുവാണെങ്കിൽ 0.5 × 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനാണെങ്കിൽ 10⁻³ എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 0.5 × 10⁻³ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 1000 ആണ് മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി വേണ്ടത് കേട്ടോ. അത് അറിയാൻ മേലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായല്ലോ. ഇനി എന്താണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? pi × 10⁻⁸ മീറ്റർ എന്ന് തന്നിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലേ? ഇക്വേഷൻ എങ്ങനെയാണ്? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ഇല്ലേ? റോ ഇൻറ്റു L/A എന്നാണ് നമ്മുടെ ഇക്വേഷൻ ഇല്ലേ? അപ്പോൾ റോ തന്നിട്ടുണ്ട്. L ഇവിടെ നമുക്കറിയാം. A എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പം ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? ഒരു കണ്ടക്ടർ, നീളമുള്ള ഒരു കണ്ടക്ടർ അല്ലേ? അപ്പം അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? πr² എന്ന് വരും ഇല്ലേ? അപ്പം pi × r നമുക്കിവിടെ കിട്ടി. അതായത് 0.5 ഇല്ലേ? 0.5 × 10⁻³² എന്ന് വരും കേട്ടോ. ഈ പൈ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 0.5ൻ്റെ സ്ക്വയർ നമ്മൾ കാണാം. അപ്പോൾ എത്ര വരും? പൈ ഇൻറ്റു 0.25 എന്ന് വരും കേട്ടോ. 0.25 ഇൻറ്റു ഇത് പവർ ചെയ്യുമ്പോൾ 10⁻³ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പം 10⁻⁻6 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. 10⁻⁻6 എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഏരിയ എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതായത് R = ρl / A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോയിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പൈ ഇൻറ്റു 10⁻⁻8 ആണ്. ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടി എത്രയാണ്? പൈ ഇൻറ്റു 0.25 ഇൻറ്റു 10⁻⁻6 എന്ന് വന്നു. പൈയും എന്താ എവിടെയുണ്ട്? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. മനസ്സിലായല്ലോ? പിന്നെ നോക്കിയേ, ഈ പവറുകൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. അതാ ഇവിടെ ഓൾറെഡി ഒരു 5 കിടപ്പുണ്ട്. 5 ഡിവൈഡ് ബൈ 0.25 അവിടെ തന്നെ കിടന്നോട്ടെ. 0.25. ദെൻ പിന്നെ എന്താണ്? ഇവിടെ ഒരു 10⁻⁻8 കിടപ്പുണ്ട്. അപ്പോൾ ഈ താഴെ എന്താണ്? 10⁻⁻6 കിടപ്പുണ്ട്. അപ്പോൾ ഈ താഴെ കിടക്കുന്ന 10⁻⁻6നെ നമ്മൾ മേളിലോട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ 10⁻⁻8ഉം പിന്നെ അതിനാണ് മേളിലോട്ട് വരുമ്പം അത് വരുന്നത് 10⁻6 ആവും. -6 + 6 ആവും. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 0.25 ഇൻറ്റു, അപ്പോൾ ഇവിടെ പവർ എത്ര വരും? -8ഉം +6 ആകുമ്പം 10⁻2 എന്ന് വരും. -8 + 6 അപ്പം -2 എന്നാണ് അവിടെ പവർ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി 5 ഡിവൈഡ് ബൈ 0.25 ചെയ്യുക. അപ്പോൾ 5 ഡിവൈഡ് ബൈ 0.25 ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും എങ്ങനെ നമ്മൾ 100 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 500 ഡിവൈഡ് ബൈ 25 എന്ന് വരും. ഇൻറ്റു 10⁻2 എന്ന് വരും. 500 ഡിവൈഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 20 എന്ന് വരുമല്ലോ. അപ്പോൾ 20 വരും. 20 ഇൻറ്റു 10⁻². എന്താണ്? നമ്മൾ റെസിസ്റ്റൻസ് എല്ലാം കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ്? യൂണിറ്റ് ഓം എന്നും വരും. 20 ഇൻറ്റു 10⁻² ഓം എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ? കൺവേർട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. മില്ലിമീറ്റർ കേട്ടോ. മില്ലിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 10⁻³ മീറ്റർ ചെയ്യുക. ഇനി സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 10⁻² മീറ്റർ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 0.5 മില്ലിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് 0.5 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ബാക്കി കാൽക്കുലേഷനൊക്കെ ചെയ്യുക. ക്യാൻസൽ ചെയ്യാന്നൊക്കെ ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 10⁻² ഓം എന്ന് ആൻസർ വരും. നെക്സ്റ്റ് വൺ, calculate the cost of operating a heater of 500 watt for 20 hours at the rate of rupees 3.9 per unit. എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? 500 വാട്ട് ഇല്ലേ? 500 വാട്ടിൻ്റെ ഒരു ഹീറ്ററാണ്. അത് 20 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഉപഭോഗം യൂണിറ്റിന് എന്തുമാത്രം ഉപയോഗിക്കുന്നുള്ളത് യൂണിറ്റിന് എത്രയാണ്? 3.90 രൂപ നിരക്കിൽ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് എനർജി കൺസംഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതാണ് പവർ തന്നിട്ടുണ്ടല്ലേ. പവർ എത്രയാണ്? 500 വാട്ടാണ് തന്നിരിക്കുന്നത്. ഒരു ഹീറ്ററാണ്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 20 hours വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. യൂണിറ്റിന് 3.9 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇലക്ട്രിക് എനർജി കൺസംഷൻ അല്ലേ. എനർജി കൺസംഷൻ എങ്ങനെയാണ്? ഇക്വേഷൻ എങ്ങനെയാണ്? എനർജി കൺസംഷൻ അല്ലേ. എനർജി കൺസംഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം kWh കേട്ടോ. അതിങ്ങനെ എഴുതണം കേട്ടോ. kWh. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? പവർ ഇൻ വാട്ട് അല്ലേ. പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ അല്ലേ. ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് വരുന്നത്? 1000 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പവർ എത്രയാണ്? 500 ആണ് വരുന്നത്. സമയം എത്രയാണ്? 20 അല്ലേ. 20 hours ആണ്. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക ഇല്ലേ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യുക. അത് പോയി ഇവിടെ പോയി. അപ്പോൾ എത്ര വരും ആൻസർ? 20 എന്ന് വരും ഇല്ലേ. അപ്പം 20 kWh. 20 kWh അല്ലെങ്കിൽ എന്താണ്? അത്രയും യൂണിറ്റ് എന്ന് പറയും അല്ലേ. അത്രയും യൂണിറ്റ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു യൂണിറ്റിന് എത്രയാണ് വരുന്നത്? 3.90 ആണ് ഒരു യൂണിറ്റിന് ചാർജ്. അപ്പോൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കോസ്റ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3.9 എന്ന് വരും. അപ്പോൾ എത്ര വരും ആൻസർ? 39 എന്ന് വരും ഇല്ലേ. 39 rupees ഇല്ലേ. ₹39 എന്ന് വരും കോസ്റ്റ്. മനസ്സിലായല്ലോ? കോസ്റ്റും നമുക്ക് അവിടെ കിട്ടി. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. അതിലും കൂടുതൽ അപ്ലയൻസസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ കൂടുതൽ മാർക്കിന് ചോദിക്കും.
അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാം പഠിക്കുക. ഞാൻ മാക്സിമം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാമോ അതെല്ലാം ചെയ്ത് തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് പ്രോബ്ലംസ് വെറുതെ വായിച്ച് പഠിക്കല്, ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, തന്നെ ചെയ്ത് നോക്കുക, ആൻസർ ചെക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഏത് ഇക്വേഷനാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക, തന്നെ ചെയ്ത് നോക്കുക കേട്ടോ, അത് ആൻസർ ചെക്ക് ചെയ്യുക. ഇനിയും ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും ചെയ്ത് പഠിക്കട്ടെ, എങ്കിൽ മാത്രമേ ഉള്ളൂ ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.